ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് പായസമൊക്കെ കുടിച്ച് അതിൻ്റെ ഹാങ് ഓവറിലായിരിക്കും ഇപ്പോഴും അല്ലേ. ചിലർ പായസമൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും, തണുത്ത് കഴിഞ്ഞ് കുടിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ കുടിക്കാറുണ്ട്, അങ്ങനെ ഷുഗറാണ് എന്നാലും കുടിക്കും. അപ്പോൾ ഇന്നലെ എൻ്റെ ഓണാഘോഷം എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു വെറൈറ്റി ഓണാഘോഷമായി പോയിട്ടോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്ന പോലെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ, അല്ലെങ്കിൽ ഡബിൾ സന്തോഷമായിരുന്നു ഇന്നലെ എനിക്ക് കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ചോറ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇന്നലെ എനിക്കറിയാം, ഈ കുറച്ച് പേര് ജോലിയില്ലാതെ ഓണമായതുകൊണ്ട് ഈ മിക്ക നമ്മുടെ അതിഥി തൊഴിലാളികളുണ്ടല്ലോ, അവർക്കൊന്നും ജോലി ഉണ്ടാവില്ല. ചിലരൊക്കെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള ഇതില്ലാത്ത, അതായത് ഈ സ്റ്റാൻഡിൽ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അതായത് ഈ പെരുമ്പാവൂരിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ചിലവരൊക്കെ ചില നാട്ടിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ താഴെയിൽ നമ്മൾ ബസ് നോക്കി നിൽക്കുന്ന ആ ഒരു ഇതിൽ സംഭവത്തിലൊക്കെ ചെയറുകളോ അല്ലെങ്കിൽ ബെഞ്ചുകൾ പണിതിട്ടുണ്ട്. ആ ബെഞ്ചിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് കോമൺ ബാത്റൂമിൽ പോയി പിന്നെ ജോലിക്ക് പോയി അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ തൊഴിലാളികളും ബംഗാളി, ഒറീസ അങ്ങനെയുള്ള അടുത്തു നിന്നൊക്കെ വന്നിട്ടുള്ളവരും, അല്ലാതെ വീടൊന്നും ഇല്ലാതെ ഒരു അനാഥ മന്ദിരത്തിലോ അഗതി മന്ദിരത്തിലോ ഒന്നും താമസിക്കാൻ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അവരെ അവിടെ എന്തോ, എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പോട്ടെ, എല്ലാവർക്കും ഒരേ വിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഞാൻ ഇന്നലെ നമ്മളൊരു 100 പാക്കറ്റാണ് കൊണ്ടുപോയത്. അതായത് ഞാൻ ഡെയിലി കൊടുക്കുന്നത് 20 പാക്കറ്റ്. പക്ഷെ നമുക്കറിയാം ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് പേരുണ്ടാവും എന്ന് അറിഞ്ഞിട്ട് തന്നെ നമ്മൾ ഇന്നലെ 100 പൊതിച്ചോറാണ് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൊടുത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം പോയല്ലോ. സമയം പോയെന്ന് പറഞ്ഞാൽ എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നത് ഓണം സെലിബ്രേഷനാണ്, പിന്നെ ഒന്നിച്ച് സദ്യ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റോസ്മേരി സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ചോദിക്കും റോസ്മേരി സിസ്റ്ററിൻ്റെ വീട്, ഞാൻ അങ്ങനെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്താ വെച്ചാൽ റോസ്മേരി സിസ്റ്ററിൻ്റെ ചിലവർക്കെങ്കിലും അറിയാം, പുള്ളിക്കാരത്തി നടത്തുന്ന ഒരു വൃദ്ധസദനമാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ വൃദ്ധസദനം അനാഥ മന്ദിരം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അതുകൊണ്ടാട്ടോ വീടെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും 3 മണിയായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു 7-8 പ്രാവശ്യം സിസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട്. സമയം പോകുന്നു, ബീന വരുന്നില്ലേ, സദ്യ വിളമ്പണ്ടേ, എല്ലാവരും വെയിറ്റ് ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു എന്താണേലും എനിക്ക് 2-3 ഇടങ്ങളിൽ പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ വരാൻ വൈകും സിസ്റ്റർ, എന്നാലും ഞാൻ വരും, പക്ഷെ നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സദ്യയൊക്കെ കഴിച്ചല്ലോ. അപ്പം ഞാൻ എത്തുമ്പോഴത്തേക്കും 3-3:30 ആയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് വേണ്ടി സദ്യയൊക്കെ വെച്ചിട്ടുണ്ട് അവർ. പക്ഷെ എന്നാലും എനിക്ക് ആ സമയം വൈകിയപ്പോൾ കഴിക്കാനുള്ള ആ ഒരു മൂഡ് പോയത്. പായസം ഏതായാലും കുടിക്കണമെന്നുള്ള ഇതിൽ ചെന്നു. അപ്പോൾ നമ്മുടെ അന്നമ്മച്ചെടുത്തി എന്നെ നോക്കി നിൽക്കുന്നതൊക്കെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെന്നു വണ്ടിയൊക്കെ സ്റ്റാൻഡിൽ വെച്ചു. ചെല്ലുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഓടി വന്നു. പതിവ് എന്നെ എപ്പോൾ ഞാൻ അവിടെ ചെന്നാലും പുള്ളിക്കാരത്തിയാണ് എന്നെ സ്വീകരിക്കുന്നത്. പുള്ളിക്കാരത്തി വന്നിട്ട് പറഞ്ഞാൽ എന്തോ വൈകിയത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ നമ്മൾ ഈ മക്കളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളോട് അമ്മമാർ പരാതിയും പരിഭവവും ഒക്കെ പറയില്ലേ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പായസമുണ്ട്, ശർക്കര വരട്ടിയുണ്ട്, ഒരു പേപ്പറിൽ പോയിട്ടുണ്ട് ചിപ്സും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഓർമ്മ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് വേഗം തന്നെ ഞാൻ ആ പായസം കുടിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു. അപ്പോൾ പുള്ളിക്കാരത്തി പറയായിരുന്നു, ബീന എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്താ പറയാം. അപ്പോൾ പറയായിരുന്നു, ഇളയ മോൻ വിദേശത്തു നിന്ന് വന്നിട്ടുണ്ട്. അവൻ്റെ മോൻ്റെ 3ാമത്തെ മോനാണ്. അന്നമ്മച്ചേടത്തേക്ക് 3 ആൺകുട്ടികളാണ്, ഒരു മോളും ഫാമിലി മാത്രമാണ് നാട്ടിലുള്ളത്, ബാക്കിയുള്ളവരെല്ലാം വിദേശത്താണ്. അപ്പോൾ ഇളയ മോൻ്റെ കല്യാണമാണ്, വിളിച്ചില്ല. അപ്പോൾ അവിടെ റോസ്മേരി സിസ്റ്റർ എന്തോ ആവശ്യത്തിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഓണത്തിന് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്, എല്ലാവരും കൂടെ ഒത്തുകൂടുന്നുണ്ട് എന്ന് പറഞ്ഞ് മകളുടെ കല്യാണം, ചെറിയ മോളുടെ കല്യാണമാണ് എന്ന് ആ
ബ്രദർ പറഞ്ഞു എന്നാണ് സിസ്റ്റർ പറയുന്നത്. അപ്പോൾ അമ്മച്ചിയോട് സംസാരിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓ അമ്മച്ചിയോട് ഞാൻ പിന്നെ സംസാരിച്ചോളാം, ഇപ്പം സിസ്റ്റർ ഫോണ് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് സിസ്റ്റർ എന്താണേലും അത് അന്നമ്മച്ചെടുത്തിയോട് പറഞ്ഞു. കാരണം അറിയേണ്ടത് എപ്പോഴും നമ്മൾ അറിയണമല്ലോ. അപ്പോൾ അന്നമ്മച്ചെടുത്തേക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പരിമലപ്പള്ളിയുടെ തൊട്ടടുത്താണ് പുള്ളിക്കാരത്തിൻ്റെ വീട്. തൊട്ടടുത്തെന്ന് പറഞ്ഞൊരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമില്ല. അപ്പോൾ പുള്ളിക്കാരത്തി കോട്ടയം കഞ്ഞിക്കുഴിയിലാണ് ജനിച്ച് വളർന്നതൊക്കെ. പുള്ളിക്കാരത്തിനെ കല്യാണം കഴിച്ചുകൊണ്ട് പോയതാണ് പരിമലപ്പള്ളിയുടെ അടുത്ത്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തുകയും വിവാഹം ചെയ്ത് മോളെ വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്തു. ആൺകുട്ടികളൊക്കെ നല്ല വിദ്യാസമ്പന്നരായി, അവർക്ക് ജോലിയായി, അവരൊക്കെ നല്ലതായിട്ട് കല്യാണമൊക്കെ കഴിച്ചു. എല്ലാവർക്കും ജീവിക്കാൻ പാകത്തിനുള്ള വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. എന്നാൽ പോലും എല്ലാവരും ജോലി സമ്പന്നമായിട്ട് പുറത്താണല്ലോ. അങ്ങനെ ഈ അമ്മച്ചി ഒറ്റപ്പെട്ടു. അമ്മച്ചി മീൻസ് നമ്മുടെ അന്നമ്മച്ചിയുടെ അടുത്ത് ഒറ്റപ്പെട്ടു കേട്ടോ. അന്നമ്മച്ചിയുടെ അടുത്തേക്ക് വാർദ്ധക്യത്തിലേക്ക് വന്നു, 80 വയസ്സായി. അപ്പോൾ ഇവർക്ക് നോക്കാനൊന്നും പറ്റാണ്ടായി. അങ്ങനെയാണ് ഇവിടെ നമ്മുടെ റോസ്മേരി സിസ്റ്ററിൻ്റെ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. വല്ലപ്പോഴും വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് ഏതെങ്കിലും ഒരു മോൻ വിളിച്ചെങ്കിലായി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മോളൊന്നും ഒട്ടും കാണാൻ പാടില്ല കേട്ടോ. ഈ എറണാകുളത്ത് താമസിക്കുന്ന മകൾക്ക് ഒരു 5 കിലോമീറ്റർ പോകേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ പോലും 5 കിലോമീറ്ററിൻ്റെ അപ്പുറം നമ്മുടെ അമ്മയുണ്ട്, നമ്മുടെ അച്ഛനുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെമ്പലായിരിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ട്. എൻ്റെ അച്ഛൻ എവിടെയെങ്കിലും എന്നെ കാണാൻ വേണ്ടി മാസത്തിൽ ഒരു പ്രാവശ്യമോ 2 മാസം കൂടി ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം വരും. ഞാൻ വഴക്കിടുക പറ്റില്ല, എനിക്ക് എൻ്റെ അച്ഛനെ കാണാതിരിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ അച്ഛനെ കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി ഒരുപാട് സംസാരിച്ച് എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓണത്തിനൊക്കെ ഓണവും ക്രിസ്മസും ഈസ്റ്ററും ദുഃഖവെള്ളിയൊക്കെ പെസയൊക്കെ ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു ദീന. അപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓണത്തിൻ്റെ തലേന്ന് ഒരു പാച്ചിലൊക്കെ ഉണ്ടല്ലോ എല്ലാവരും. അതേപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയാം നമ്മുടെ ഈ എറണാകുളം തൃപ്പൂണിത്തുറ ഭാഗത്തൊക്കെ ഓണം ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കോട്ടയം ചങ്ങനാശ്ശേരി അങ്ങോട്ടൊക്കെ ഓണം ആഘോഷിക്കുന്നത്. അത് ഭയങ്കര നല്ല രീതിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അച്ഛനും അമ്മയ്ക്കും വീട്ടിലുള്ള സർവത്ര ആൾക്കാർക്കും ഓണക്കോടിയെന്നും പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് എടുക്കും. പിന്നെ ഒരുപാട് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ആ ഒരു സമയം ഒരാൾ പൈസ ചിലവാക്കാൻ ആരും മടി കാണിക്കുമൊന്നുമില്ല. അതേപോലെ തന്നെയായിരുന്നു അന്നമ്മച്ചെടുത്തിയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് അന്നമ്മച്ചെടുത്തി ഇതേപോണക്ക് തന്നെ ഒരു കുറവില്ലാതെ മക്കൾക്ക് ഓണം ഒരുക്കമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നതും മക്കൾക്ക് ഇഷ്ടമില്ലാത്തത് അത് തിരിച്ചു കൊണ്ടുവന്നു മാറുന്നതും പച്ചക്കറി മേടിക്കുന്നതും ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ അതിൽ നിന്ന് കേട്ട് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഇവിടെ വന്നിട്ട് ഇപ്പോൾ 8 വർഷമാണ്. ഞാൻ എൻ്റെ പരിമലപ്പള്ളിയിൽ പോയിട്ട് 8 വർഷമായി. അപ്പോൾ എനിക്കൊന്ന് പോകണമെന്ന് ഭയങ്കര കൊതിയുണ്ട് ബീന, ഇങ്ങനെയാണ് സാധിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആരെങ്കിലും പോകണേ കൊടുത്തുവിടാൻ കുറച്ച് പൈസയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി പരിമലപ്പള്ളിയിൽ ഇടണം. കാരണം ഓണത്തിനൊക്കെ രാവിലെ ഞാൻ പരിമലപ്പള്ളി പോയിട്ടാണ് വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു. അങ്ങനെ എന്തിനേറെ പറയുന്നു, ഞാൻ ആ പൈസയൊക്കെ മേടിച്ചുകൊണ്ട് ആ സമയം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ ആയി. 6 മണിയായി കേട്ടോ വർത്താനമൊക്കെ പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഇന്നലെ പരിമലപ്പള്ളിയിൽ വന്നു. ഒരു എത്തുമ്പോഴത്തേക്കും ഞാനൊരു 10:30 ആയി പരിമലപ്പള്ളി. പിന്നെ അവിടെ പ്രാർത്ഥിച്ചു, നേർച്ചയൊക്കെ ഇട്ടു. റോസ്മേരി സിസ്റ്ററിൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്തു. നമ്മുടെ അന്നമ്മച്ചെടുത്ത് ഡെയിലി ഫോൺ കൊടുത്തു സംസാരിച്ചു. അന്നമ്മച്ചെടുത്തിനെ ഞാൻ കാണിച്ചു കൊടുത്തു പള്ളിയുടെ ഉള്ളിലും. അപ്പോൾ പുള്ളിക്കാരത്തി കുരിശുവരയ്ക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്നെക്കൊണ്ട് കഴിയുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. നമ്മളും പ്രായമായി വരുവാണ്, ഞാനും പ്രായമായി വരുവാണ്. നാളെ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ കുതിരയെ പോലെ നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നു, പക്ഷെ ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിനകത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ മകൻ ഇവിടെ വന്നിട്ടും ഈ അമ്മേനെ ഒന്ന് വിളിക്കുക, ഇത്ര ദിവസമായിട്ട് കാണാൻ വരുമോ ചെയ്തിട്ടില്ല. ഈ 2-3 ദിവസത്തിനുള്ളിൽ ആ മകൻ്റെ മോടെ കല്യാണമാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഈ അന്നമ്മച്ചേടത്തേക്ക് ദൈവം കൊടുത്ത ആയുസ് പോലെ ഈ മക്കൾക്കാർക്കെങ്കിലും ആയുസ് ഉണ്ടെങ്കിൽ ഇവിടെ ഫാമിലിയൊക്കെ ഇവരെ നോക്കുമോ?
നമ്മൾ ചെയ്യുന്നത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന പറയുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്നതൊക്കെ നന്മയാണ് നന്മ, തിന്മയാണ് തിന്മ. അതിലെ തെറ്റും ശരി നമ്മൾ അനുഭവിച്ചിട്ടേ പോകുള്ളൂ. ഈ ഭൂമി തന്നെയാണ് സ്വർഗവും നരകവും നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഓരോ വിഷുവിനും അല്ലെ ഓരോ ഓണത്തിനും ഓരോ ക്രിസ്മസിനും ഓരോ ഈസ്റ്ററിനും ദുഃഖവെള്ളിക്കും പെസഹയ്ക്കും ജീവിച്ചപ്പോൾ ഓർമ്മകളിൽ കൂടി അവർ ജീവിച്ചിട്ട് അവർ ആ പഴയ കാലം പറയുമ്പോൾ അത് കേൾക്കാൻ പോലും ചിലവർക്ക് സമയമുണ്ടല്ലോ. അത് സമയമില്ലാത്തത് കൊണ്ടാണല്ലോ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ട് ഇവരെ തള്ളുന്നത്. നമുക്ക് എത്ര പണം ഉണ്ടായിട്ടും ഒരിക്കൽ ഈ പണമൊന്നും അനുഭവിക്കാൻ യോഗമില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അപ്പം നിങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ കിടന്ന് മേലോട്ട് നോക്കി കിടന്ന് ആലോചിക്കേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമായിരുന്നു. എനിക്കത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ വന്നപ്പോൾ വെളുപ്പിന് 4:30 മൂന്നാർ വരെ എത്തണ്ടേ. അപ്പോൾ അങ്ങനെ പയ്യെ വണ്ടിയൊക്കെ ഓടിച്ച് ഇവിടെ എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ, നിങ്ങളോട് അതൊന്ന് പറയണമെന്ന് തോന്നി.